ഓൾറെഡി നമ്മൾ ലെൻസിൻ്റെ പവറും ഫോക്കസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആണ്. രണ്ടോ അതിലധികമോ ലെൻസുകൾ ഒരുമിച്ച് വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത്. കോമ്പിനേഷൻ ഓഫ് ലെൻസസ്. കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. ഞാൻ രണ്ട് ലെൻസുകൾ കൺസിഡർ ചെയ്തു. എ ആൻഡ് ബി ആർ ദ ടു ലെൻസസ്. രണ്ടും കോൺവെക്സ് ലെൻസാണ്. ഫസ്റ്റത്തേതിൻ്റെ ഫോക്കൽ ലെങ്ത് F1. F1 ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ. എയുടെ എ എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് എ എന്ന് പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് F1. F2 ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ബി എന്ന് പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെയാണ് നമ്മൾ F2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. സോ F1 ആൻഡ് F2 ആർ ദ ടു ഫോക്കൽ ലെങ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ O ഈസ് ദ ഒബ്ജക്റ്റ്. ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അസംഷൻ പോലെ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം അല്ലേ, ഇത് ഈ രണ്ട് ലെൻസിൻ്റെയും കൂടി ഒപ്റ്റിക് സെൻറ്റർ കോയിൻസൈഡ് ചെയ്തു എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. P ഈസ് ദ, അല്ലെങ്കിൽ ഈ രണ്ട് ലെൻസിൻ്റെയും കോയിൻസൈഡ് ചെയ്തിട്ടുള്ള ഒപ്റ്റിക് സെൻറ്ററാണ് ഞാനിവിടെ P ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അത് വളരെ തിൻ ലെൻസ് ആയതുകൊണ്ട് ഒക്കെ ഇവിടെയും ഇതൊക്കെ സെയിം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. സോ O ഈസ് ദ ഒബ്ജക്റ്റ്. ഓയിൽ നിന്നും ലൈറ്റ് റേ വന്നു, ഇമേജ് ഫോം ചെയ്തു. എങ്ങനത്തെ ഇമേജ് ഫോം ചെയ്തു? വെർച്വൽ ഇമേജ് ഫോം ചെയ്തു. ഇവിടെ നമ്മൾ രണ്ട് സർഫസ് അല്ല എടുക്കുന്നത്, ഒരു ലെൻസ് അപ്പാടെയാണ് എടുക്കുന്നത്. ഈ ലെൻസിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള വെർച്വൽ ഇമേജ് ആണ് I1. I1 ആണ് ഈ രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറുന്നത്. I1 ആണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറിയിട്ട് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് I1, ദെൻ ഫൈനൽ ഇമേജ് I ഫോം ചെയ്യുന്നു. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ തിൻ ലെൻസ് ഫോമുല അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം തിൻ ലെൻസ് ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ലെൻസ് എ എന്ന് പറയുന്ന ലെൻസിനെ സംബന്ധിച്ചിടത്തോളം 1/F1 ഈക്വൽ ടു, അല്ലേ, 1/F1 ആണ് 1/V1, അല്ലേ, ഇവിടുന്ന് ഇവിടെ വരെ I1, അതായത് V1 മൈനസ് 1/U. യു ഒരെണ്ണേ ഉള്ളൂ. 1/F1 ഈക്വൽ ടു 1/I1 മൈനസ് 1/U. ഫോർ ലെൻസ് ബിയെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. ഫോർ ലെൻസ് ബിയെ സംബന്ധിച്ചിടത്തോളം 1/F2 ഈക്വൽ ടു 1/F2 സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കസ്, 1/V അല്ലേ ഉള്ളൂ അതിൻ്റെ ഇമേജ്, സെക്കൻഡ് ലെൻസിൻ്റെ ആക്ച്വൽ ഇമേജ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അത് V ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അത് രണ്ടിൻ്റെയും കൂടി കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ പോയിൻ്റാണ് ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 1/V മൈനസ് 1/Vക്ക് പകരം 1/V1. കാരണം എന്താ, ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് വെർച്വൽ ഇമേജാണ് സെക്കൻഡ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 1/F2 ഈക്വൽ ടു 1/V മൈനസ് 1/V1. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ആഡിങ് ബോത്ത് ദീസ് ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഇവിടെ ചെയ്യുന്നു ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് 2. 1ഉം 2ഉം ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഇത് രണ്ടും ആഡ് ചെയ്യാണ്. 1/F1 പ്ലസ് 1/F2 ഈക്വൽ ടു ദിസ് വൺ ക്യാൻസൽ ആയിപ്പോയി, ഇതും ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് 1/V മൈനസ് 1/U, അല്ലേ, ഇത് പ്ലസ്, സോ ഇവിടെ മൈനസ് ആണ്, 1/V മൈനസ് 1/U എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ലെൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനെ ഒരൊറ്റ കോമ്പിനേഷനായിട്ട് ഒരൊറ്റ ലെൻസായിട്ട് കണക്കാക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഫോർ വോൾ കോമ്പിനേഷൻ wall combination is consider as a single lens, consider as a single lens,
ദ വോൾ കോമ്പിനേഷൻ നമ്മളൊരു സിംഗിൾ ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ? ദറ്റ് ഈസ് 1/f ഈസ് ദ ഫോക്കസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. സോ നമുക്ക് എന്ത് പറയാം? ഫോർ ദിസ് കോമ്പിനേഷൻ, ദ വോൾ കോമ്പിനേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോക്കസ് 1/f. ഞാൻ ഇവിടുന്ന് ഇവിടേക്ക് വരികയാണ്. 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 എന്ന് നമുക്ക് പറയാം. നോക്ക്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? 1/v മൈനസ് 1/u. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും 1/v മൈനസ് 1/u. സോ ഞാൻ ഇതൊന്ന് മാറ്റിക്കൊണ്ട് ഇവിടെ എഴുതുകയാണ്. എന്താണ് പറയുന്നത്? ഫോർ thin lenses in contact, combination equal to focus, reciprocal of focus of combination equal to 1/f1 plus 1/f2 plus etc. എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഫോക്കസിൻ്റെ റെസിപ്രോക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോമ്പിനേഷൻ്റെ വോൾ ഫോക്കസിൻ്റെ റെസിപ്രോക്കൽ കിട്ടും. 1/f ഈക്വൽ ടു പവർ. സോ പവർ ഓഫ് കോമ്പിനേഷൻ ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര. എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂടി അതിൻ്റെ എല്ലാത്തിൻ്റെയും പവർ കൂട്ടിയാൽ ആ വോൾ കോമ്പിനേഷൻ്റെ പവർ കിട്ടുമെന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതാണ് അപ്പോൾ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോൺടാക്റ്റ്. നമുക്കിനി മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആണ് നോക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി കോമ്പിനേഷൻ ഓഫ് ലെൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്കതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി ആ കോമ്പിനേഷൻ ഓഫ് ലെൻസസിൻ്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ഡൈവേർജിങ് ഓർ കൺവേർജിങ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ മാഗ്നിഫിക്കേഷൻ. അനുയോജ്യമായ രീതിയിൽ ലെൻസുകളെ കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും? ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ഡൈവേർജിങ് ഓർ കൺവേർജിങ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ മാഗ്നിഫിക്കേഷൻ. അനുയോജ്യമായ മാഗ്നിഫിക്കേഷനിലുള്ള ലെൻസുകളെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കോമ്പിനേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ ഇറ്റ് ഓൾസോ എൻഹാൻസ് ദ ഷാർപ്നെസ് ഓഫ് ഇമേജ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇമേജിൻ്റെ ഷാർപ്നെസ് ക്ലിയർ ആക്കും. മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഡയറക്റ്റ് എഴുതിയിരിക്കുന്നു. എം ആണ്. എം ഈക്വൽ ടു M1 ഇൻറ്റു M2 ഇൻറ്റു എത്ര എണ്ണം ഉണ്ടോ എല്ലാത്തിൻ്റെയും മാഗ്നിഫിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷൻ. ഓക്കെ, ദെൻ if the combination consists of one convex and one concave lenses, ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും ഉള്ള രണ്ട് കോമ്പിനേഷൻ ആണെങ്കിൽ, അതായത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് പോസിറ്റീവാണ്, കോൺകേവ് ലെൻസിൻ്റെത് മൈനസ് ആണ്. സോ ഇക്വേഷൻ എന്താവും? എഫ് ഈക്വൽ ടു F1. നേരത്തെ ഇക്വേഷൻ തന്നെ. ഏത് ഇക്വേഷൻ തന്നെ? ഇനി ഇത് മാറ്റിട്ട് ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യുന്നു. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ. 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. പക്ഷേ ദിസ് വൺ ഈസ് മൈനസ്. സോ ഇക്വേഷൻ എന്താവും? എഫ് ഈക്വൽ ടു F1 F2 ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. എഫ് ഈക്വൽ ടു F1 F2 ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. അടുത്തത്, ഇഫ് ലെൻസസ് ആർ പ്ലേസ്ഡ് d ഡിസ്റ്റൻസ് എപ്പാർട്ട്, അങ്ങനെയാണെങ്കിൽ 1/f ഈക്വൽ ടു d ഡിസ്റ്റൻസിന് പ്രാധാന്യമുണ്ടെങ്കിൽ, ഒന്നാമത്തെ ലെൻസും കോമ്പിനേഷൻ അല്ല ഇച്ചിരി ഡിസ്റ്റൻസിലാണെങ്കിൽ 1/f1 പ്ലസ് 1/f2 മൈനസ് d ഡിവൈഡഡ് ബൈ F1 F2. ദെൻ F1 ഈസ് ഗ്രേറ്റർ ദാൻ F2. F1 ഗ്രേറ്റർ ദാൻ F2, അതായത് F1 ഈസ് ഗ്രേറ്റർ ദാൻ F2. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് F1 അതാണ് വലുത് കോൺകേവിനേക്കാളും. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ആ കോമ്പിനേഷൻ ഒരു കോൺകേവ് ലെൻസ് പോലെ ആക്ട് ചെയ്യുന്നു. അടുത്തത്, F2 ഈസ് ഗ്രേറ്റർ ദാൻ F1 ആണെങ്കിൽ, F2 ഈസ് ഗ്രേറ്റർ ദാൻ F1 ആണെങ്കിൽ എഫ് പോസിറ്റീവായിരിക്കും, ആക്ട് ആസ് എ കോൺവെക്സ് ലെൻസ്. ആ കോമ്പിനേഷൻ ഒരു കോൺവെക്സ് ലെൻസായിട്ട് ആക്ട് ചെയ്യുന്നു. സോ കോമ്പിനേഷൻ്റെ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. കോൺവെക്സും കോൺകേവും ഉണ്ടെങ്കിൽ എന്തുണ്ട്? എന്നിട്ട് F1 ആണ് വലുത് F2വിനേക്കാൾ എന്നാൽ എന്തുണ്ടാവും? F2 ആണ് വലുത് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇതാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. സോ മാഗ്നിഫിക്കേഷനും കോൺവെക്സും കോൺകേവ് ലെൻസിൻ്റെ കോമ്പിനേഷൻ വന്നാൽ എന്തുണ്ടാവും എന്നുമാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്.